നമസ്കാരം. വോട്ടെടുപ്പിന് മുൻപ് തന്നെ അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായ പേമ ഖണ്ഡുവും സംസ്ഥാനത്തെ മറ്റ് 5 സ്ഥാനാർത്ഥികളും എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെടും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയും കഴിഞ്ഞു പോകുമ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് എതിരാളികളായി കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനും സാധിച്ചിട്ടില്ല. പേമ ഖണ്ഡുവിന് പുറമെ തന്നെ അരുണാചൽ പ്രദേശിൽ നിന്നും ജിത്തേ താക്കോ, നാത്യം ദുക്കോം, രതി ടെക്കി, മുച്ചു മിച്ചി എന്നിവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു അവസാനിച്ചത്. കോൺഗ്രസ്, JDU തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ബി.ജെ.പിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുകയോ പത്രിക സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. മാർച്ച് 30 വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശ് വെസ്റ്റ്, അരുണാചൽ പ്രദേശ് ഈസ്റ്റ് എന്നീ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും 60 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഏപ്രിൽ 19-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 2-നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ജൂൺ 4-ാം തീയതിയുമായിരിക്കും ഉണ്ടാവുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.